ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല നെത്തോലി പീര എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1/4 കിലോ നെത്തോലി എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് ചിരകിയ തേങ്ങ, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ 4 കുഞ്ഞുള്ളി, 5 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ഒരു ചെറിയ കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ കടുക്, വെളിച്ചെണ്ണ, മഞ്ഞപ്പൊടിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പൊ നന്നായിട്ടിത് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ ജാറിൽ തന്നെ 1/4 കപ്പ് ചിരകിയ തേങ്ങ, 1/2 ടീസ്പൂണിന്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ ക്രഷ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു മൺചട്ടി എടുക്കുക. ഇതുപോലെ ഒരു മൺചട്ടിയിലാണ് ഇന്ന് നമ്മൾ നെത്തോലി പീര വെക്കുന്നത് കാണിച്ചു തരുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരച്ചു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളിയുടെ പേസ്റ്റില്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കഴുകി വെച്ചേക്കണ നത്തോലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു പീസ് കുടംപുളി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളി ചേർത്താൽ മതി, ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇതിപ്പോ ഒരു കുടംപുളിയുടെ പകുതി പീസ് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റ് അളവായിരുന്നു, അപ്പൊ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ഒരേപോലെ യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ വെച്ച് മിക്സ് ചെയ്യുന്നത്. അപ്പൊ കൈ വെച്ച് മിക്സ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കൂട്ടുകാർ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തോ, കുഴപ്പമില്ല കേട്ടോ. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടും കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ. സ്പൂൺ വെക്കണേക്കാളും നല്ലത് ഇതുപോലെ കൈയൊക്കെ വെച്ച് എല്ലായിടത്തും ഒരേപോലെ മിക്സ് ആക്കി എടുക്കുന്നതാണ്. ഇനി നമുക്കിത് ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം മൺപാത്രമാണ്, അപ്പൊ അത് ചൂടായി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഒരു 2 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിവിടെ ഒരു സൈഡിൽ റെഡിയായി വരുമ്പോൾ നമുക്ക് വേറൊരു അടുപ്പിൽ ഒരു പാൻ വെച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ തുടങ്ങി 1/2 ടീസ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് ചേർക്കാൻ താല്പര്യമില്ലാത്തവര് നെത്തോലി നന്നായിട്ട് വെന്തൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ കടുക് പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ നെത്തോലി. ഞാനിപ്പോ ഫ്ലെയിമൊക്കെ നന്നായിട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ, അതായത് നെത്തോലി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറന്നുപോലെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി എങ്ങനെയാണ് പീര വയ്ക്കാന്ന് കാണിച്ചു തന്നില്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ
ബൈ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.